नमस्ते बच्चों। आज हम एक कहानी का बाकी भाग भी देखेंगे। लेट्स कंटिन्यू रिमेनिंग पोर्शन ऑफ द चैप्टर अकेले कैसे रहता। पन्ने संख्या 41, पेज नंबर 41। एक दिन की बात है। चेरी पकने लगी थी। निकितो ने सोचा, आज सुबह मैं चेरी तोड़ने चले जाऊंगा। सुबह उठकर समुद्र के ऊपर उगता सूरज देखना उसकी आदत थी। आज जब उसने पहाड़ी से समुद्र की ओर देखा तो वह चकित रह गया। दूर समुद्र पर बड़ी ऊंची ऊंची लहरें तट की ओर बढ़ती दिखाई पड़ी। नीचे तट पर बसी मछुआरों की बस्ती में किसी को इस बात की खबर ही नहीं थी। निकित तो जानता था कि वे सुनामी की लहरें हैं। थोड़ी देर में जब वे लहरें तट से टकराएंगी तो सब कुछ तहस नहस कर देंगी। उसने पहाड़ी से मछुआरों को आवाज़ दी, पर आवाज़ गूंज कर रह गई। किसी ने नहीं सुनी। एक दिन की बात है। വൺ ഡേ, അതായത് ഒരിക്കലൊരു കാര്യം ഉണ്ടായി. എന്താ നോക്കാം. ചെറി പക്കിനെ ലഗീതി. ചെറീസ് ആർ റെഡി ടു ബി ഹാർവസ്റ്റ്. ഈ ചെറി, അതായത് ഈ ബെറി, അത് ചെറിപ്പഴം പക്കിനെ ലഗീതി, പാകമായി തുടങ്ങിയിരുന്നു. നികിത്തോനെ സോച്ച, ആജ് സുബ് മേം ചെറി തോട്ടിനെ ചലാ ജാവുങ്ക. നികിത്തോനെ സോച്ച, നികിത്തോ തോട്ട്, നികിത്തോ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? ആജ് സുബഹ് മേം ചെറി തോട്ടിനെ ചലാ ജാവുങ്ക. എന്താ പറയുന്നത്? ഐ നീഡ് ടു ഗോ ടു പ്ലക്ക് ചെറീസ് ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ എനിക്ക് ചെറി പറിക്കാൻ പോകണമെന്ന് നികിത്തോ രാവിലെ തന്നെ വിചാരിക്കുകയാണ്. മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. ചെറിപ്പഴമൊക്കെ തോട്ടത്തിൽ വിളഞ്ഞിരിക്കുകയാണ്, ഭാഗമായി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ എന്ത് ചെയ്യണം? ചെറീസ് പറിക്കാൻ വേണ്ടി പോകണമെന്ന് വിചാരിക്കുകയാണ്. സുബഹ് ഉഠ്കർ സമുദ്ര കെ ഊപ്പർ ഉഗ്താ സൂരജ് ദേഖ്ന ഉസ്കി ആദത്ത് ഥി. He used to watch rising sun from the sea after waking up in the morning. നികിത്തക്കൊരു ആദത്ത് മീൻസ് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണ്? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, പുലർച്ചെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ കടലിൽ നിന്ന് ഉദിച്ചു വരുന്നൊരു കാഴ്ച ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതേപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുണ്ടാവും. നിങ്ങളൊക്കെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ കാണാം സൂര്യാസ്തമയം, സൂര്യ ഉദയം പോലെ തന്നെ അസ്തമയം കാണാൻ നല്ല ഭംഗിയാണ്. സൂര്യന് കടലിലേക്ക് നിന്ന് താണ് മുങ്ങിപ്പോകുന്നൊരു കാഴ്ച. അപ്പോൾ നികിത്തൊക്കെ, നമ്മളൊക്കെ എന്താണ്, വൈകുന്നേരത്തെ കാഴ്ച നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? രാവിലെ ആരെങ്കിലും കടൽ കാണാൻ പോയിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ നികിത്തൊക്കെ എന്താണ്, എന്നും പുലർച്ചെ എഴുന്നേൽത്താൽ നികിത്തൊക്കെ ഒരു സ്വഭാവമുണ്ട്. കടലിൽ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ സൂര്യനെ കാണുന്നൊരു പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അന്നും പതിവ് പോലെ നികിത്തോ ആ കാഴ്ച കാണുന്നതിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കടലിലേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എന്താ ഉണ്ടായതെന്ന് നോക്കാം നമുക്ക്. आज जब उसने पहाड़ी से समुद्र की ओर देखा तो वह चकित रह गया. चकित रहना, टू बी सरप्राइज्ड. आदत मीन्स habit. He today morning was so surprised watching the sea from the hilltop. ഇന്നും അവൻ എന്ത് ചെയ്തു? പതിവ് പോലെ ഇന്ന് മലമുകളിൽ നിന്ന് കടലിലേക്ക് നോക്കിയപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു പോയി. ചകിത് രഹുകയ, അവന് വളരെ ആശ്ചര്യപ്പെട്ടു പോയി. പെട്ടെന്നൊരു കാഴ്ച കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെടാണ്. എന്താണ് ആ കാഴ്ച? നമുക്ക് നോക്കാം. ദൂർ സമുദ്ര पर बड़ी ऊंची ऊंची लहरें तड़की और बढ़ती दिखाई पड़ी. In the distance sea, very high waves were seen moving towards the shore. എന്താ കണ്ടത്? അവൻ അത്ഭുതപ്പെടുത്തിയ കാഴ്ച എന്തായിരുന്നു? ദൂരെ കടലിൽ വളരെ ഉയർന്ന തിരമാലകൾ കരയിലേക്ക് ഇങ്ങനെ നീങ്ങി വരുന്നതാണ് അവൻ കണ്ടത് അല്ലേ? അപ്പം എന്താ അങ്ങനെ തിരമാലകൾ വളരെ ഹൈറ്റിൽ, പിന്നെ എന്താ പറയുക, തീരത്തെ ഒരുപാട് ദൂരത്തേക്ക് വരുന്ന ആ കാഴ്ച നമ്മളുടെ നാട്ടിലുണ്ടായിരുന്നു. അതെന്തായിരുന്നു? സുനാമിയാണ് അല്ലേ? സുനാമിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? സുനാമിയിൽ അങ്ങനെ കടൽ വെള്ളം കയറിയിട്ട് തീരപ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ ജീവൻ പോയതും അങ്ങനെയൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ?
അങ്ങനെ സുനാമി വന്ന കാഴ്ച കണ്ടിട്ടാണ് നികിതോ ഇവിടെ അത്ഭുതപ്പെടുന്നത്. എങ്ങനെ ഊഞ്ചി ലഹരയും തടുക്കി ഓർ ബഡ്ത്തി ദിക്കായി പടി അല്ലേ. ഊഞ്ചി ലഹര, ഉയർന്ന തിരമാലകൾ എവിടേക്കാണ് വരുന്നത്? കരയിലേക്കാണ് നീങ്ങി വരുന്നത്. ഇപ്പോൾ ഈ സുനാമി വരുന്ന സമയത്ത് നമ്മളൊരു തെങ്ങിൻ്റെ ഒക്കെ ഹൈറ്റിൽ, അത്രയും ഹൈറ്റിലാണ് വേവ്സ്, തിരമാലകൾ കരയിലേക്ക് നീങ്ങി വരുന്നത്. അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു അറ്റാക്കും കൂടിയാണ്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് വെള്ളം അത്രയും ഹൈറ്റിൽ വരുമ്പോൾ എന്താ ഉണ്ടാവുക? ബാക്കിയുള്ളത് വെള്ളത്തിനടിയിലായി പോകില്ലേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നികിത്തോ ആകെ വറീഡായി. നികിത്തക്ക് ആകെ ടെൻഷനാവാൻ കാരണം എന്താ? ആ കടലിലെ തീരത്ത് ഒരുപാട് മച്ചുവാരെ ഫാമിലി ഉണ്ട് അല്ലേ. മച്ചുവാരെ പരിവാർ, അതായത് മുക്കുവ കുടുംബങ്ങൾ, അവരുടെ ആ ഒരു ബസ്തി, അവരുടെ ആ ഒരു കോളനിയാണ് ആ ഭാഗത്ത് കടൽ തീരങ്ങളിൽ മൊത്തം ഉള്ളത്. അപ്പോൾ അവർ മൊത്തം ഇത്ര ഒരു വലിയ തിരമാല വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ വെള്ളത്തിനടിയിൽ ആയി. അപ്പോൾ നോക്കൂ, നികിത്ത് എന്താ ചെയ്തത് അവരെ രക്ഷപ്പെടുത്താൻ? എന്താ ചെയ്യുക? അവരൊറ്റ ആളല്ലുള്ള നികിത്തം നോക്കൂ. നീച്ചെ തടുപ്പർ ബസി മച്ചുവാരോ കി ബസ്തി മേ കിസി കോ ഇസ് ബാത്ത് കി ഖബർ ഹി നഹീ ദി. ഖബർ മീൻസ് വാർത്ത, ന്യൂസ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. നോ വൺ ഫ്രം ദ ഫിഷർമെൻസ് കോളനി വെയർ അവെയർ അബൌട്ട് ദിസ്. ആ ഫിഷർമെൻസ് കോളനിയിൽ, അതായത് ആ മച്ചുവാര ഫാമിലിയിലുള്ള ആരും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. നീച്ചെ തട്പർ ബസി മച്ചുവാരോ കി ബസ്തി മേ കിസി കോ ഇസ് ബാത്ത് കി ഖബർ ഹി നഹീ ദി. ആരും ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു കാര്യം അവിടെ ആ കോളനിയിൽ താമസിക്കുന്ന ആരും തന്നെ അറിഞ്ഞിട്ടില്ല. വളരെ ഏർലി മോർണിംഗിലാണല്ലേ. അപ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നൊരു സമയം കൂടിയാണ്. നികിത്തോ ജാൻതാ കി വേ സുനാമി കി ലഹരെ ഹേ. നികിത്തക്ക് മനസ്സിലായി. എന്ത്? നികിത്തോ ജാൻതാ കി, നികിത്തക്ക് മനസ്സിലായി കി എന്തെന്നാൽ വേ സുനാമി കി ലഹരെ ഹേ, അത് സുനാമിയുടെ വേവ്സാന്നുള്ളത് നികിത്തോ തിരിച്ചറിഞ്ഞില്ലേ. അവ സുനാമി തിരമാലകളാണെന്ന് നികിത്തോ അറിഞ്ഞു. നികിത്തോ ന്യൂ ദേ വേർ സുനാമി വേവ്സ്. ആ കൂറ്റൻ തിരമാലകളെ നികിത്തക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി അല്ലേ. ഒരു അപകട സാധ്യത അദ്ദേഹം മനസ്സിലാക്കി. നോക്കൂ, ദോടി देर में जब वे लहरें तट से टकराएंगी तो सब कुछ तहस नहस कर देंगी. टकराना मीन्स टू बी हिट. तहस नहस destroyed. In a short time, when those waves hit the shore, they will destroy everything. അല്പസമയത്തിനുള്ളിൽ ആ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുമ്പോൾ അവിടെ എല്ലാം നശിപ്പിക്കപ്പെടും, എല്ലാം നശിച്ചു പോകുമെന്ന് നികിത്ത മനസ്സിലാക്കി അല്ലേ. അതോടി തീർന്ന് അല്പസമയത്തിനുള്ളിൽ എന്ത് ചെയ്യും? ആ തിരമാലകൾ കൂട്ടിയിടിച്ചിട്ട് എല്ലാം നഷ്ടമാവും. ഉസ്നെ പഹാടി സെ മച്ചുവാരോं को आवाज़ दी पर आवाज़ गूंज कर रह गई, किसी ने नहीं सुनी. He made loud voice on the fisherman. His voice echoed there, but none heard him. ഇത് കണ്ട് വറീഡായ നികിത്ത എന്താ ചെയ്തത്? മുക്കുവന്മാരോട് വളരെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയവനല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോൾ അത്ര ഉച്ചത്തിലെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ആരും കേൾക്കുന്നുണ്ടോ? ഇല്ല. ആ ശബ്ദം അവിടെ തന്നെ മുഴങ്ങി. മറ്റേ ഈ മുക്കുവ കുടിലൊന്നും ആ സൗണ്ട് എത്തില്ല. എന്ത് ചെയ്തു? നികിത്ത ആകെ ടെൻഷനായി. പക്ഷെ ആരും തന്നെ ഈ സൗണ്ട് ഒന്നും കേട്ടില്ല. ഗൂഞ്ചന മീൻസ് ടു എക്കോ. नेक्स्ट गंड देखो. निकितो सोच में पड़ गया, समय कम है, मछुआरों को कैसे बचाऊं? वह तुरंत अपने खेतों में उतरा. धान पकाकर पीले पीले हो गए थे. उसने खेत के एक सिरे से धान की फसल में आग लगा दी और ज़ोर ज़ोर से चिल्लाने लगा. दुआओं और लपड़े देखकर तथा निगितों की चिल्लाहट सुनकर लोगों का ध्यान उस ओर गया. उन्होंने सोचा कि निगितो दादा संकट में है. नेक्स्ट पैरा देखो. निगितो सोच में पड़ गया, समय कम है, मछुआरों को कैसे बचाओ. निगितो was in deep thought. Time is very short. How can I help fisherman? നികിത്തോ ചിന്തിക്കുകയാണ്. നികിത്തോ ചിന്തയിലകപ്പെട്ടു. സമയ കം ഹേ അല്ലേ. ടൈം ഈസ് വെരി ഷോർട്ട്. ടൈം വളരെ കുറവാണ്. മച്ചുകാരും കൈസെ ബച്ചാവും. ഔക്കാനായി ഹെൽപ്പ് ഫിഷർമാൻ. ഞാൻ എങ്ങനെയാണ് ഇനി ഈ മുക്കുവന്മാരെ രക്ഷപ്പെടുത്തുക? കാരണം ആർത്തലച്ച് വരുന്ന തിരമാലകൾ ഇപ്പം ആ മുക്കുവ ഫാമിലിയെ ഒന്നടങ്കം ഇല്ലാതാക്കൂലേ. അപ്പോൾ നികിത്തോ വളരെ വിഷമിച്ച്, വളരെ സമയം കുറവുമാണ്, എന്താ പെട്ടെന്ന് ചെയ്യാമെന്ന് അവനിങ്ങനെ ആലോചിക്കുകയാണ്.
വ തുരന്ത് അപ്പനെ ഗേത്തോ മേ ഉദര. പെട്ടെന്ന് അവൻ എന്താ ചെയ്തതെന്നറിയോ? ഹി ഇമ്മീഡിയറ്റ്ലി ലാൻഡഡ് ഇൻ ഹിസ് ഫീൽഡ്സ്. അവൻ ഉടനെ അദ്ദേഹത്തിൻ്റെ വയലിൽ ഇറങ്ങി. ദാൻ പക്കർ പീലെ പീലെ ഹോ ഗയേത്. പീലെ മീൻസ് യെല്ലോ. ഫ്രൂട്ട്സ് ഹാഡ് ടേൺ പൈൽ യെല്ലോ ആഫ്റ്റർ റൈപ്പണിങ്. അദ്ദേഹത്തിൻ്റെ വയലിലെ ഫ്രൂട്ട്സൊക്കെ യെല്ലോ കളറായി മാറിയിട്ടുണ്ട്. അതായത് ഫ്രൂട്ട്സ് പഴുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള കളറാണ് യെല്ലോ. റെഡ് ആവുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു യെല്ലോ കളറായി മാറിയിട്ടുണ്ട്. ഉസ്നെ ഗേത്ത് കെ ഏക് സിരെ സെ ധാൻ കി ഫസൽ മേ ആഗ് ലഗാ ദി ഔർ ജോർ ജോർ സെ ചില്ലാനെ ലഗാ. ഹി സെറ്റ് ഫയർ ടു ദ ക്രോപ്പ് ഫ്രം വൺ എൻഡ് ഓഫ് ദ ഫീൽഡ് ആൻഡ് സ്റ്റാർട്ടഡ് ഷൗട്ടിങ് ലൗഡ്ലി. പാവം നികിത്തോ എന്താ ചെയ്തതെന്നറിയോ? ആ വിളഞ്ഞ് നിൽക്കുന്ന പാടത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് കൃഷിക്ക് തീ കൊളുത്തി. എന്നിട്ട് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ചില്ലാന ലക എന്ന് പറഞ്ഞാൽ അലറി വിളിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യല്ലാതെ നികിത്തോക്ക് മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല അല്ലേ? നികിത്തോ കൃഷി ചെയ്തുണ്ടാക്കിയ വിളവുകളാണ് നികിത്തോ ഒറ്റ സമയം കൊണ്ട് നശിപ്പിക്കാൻ തുടങ്ങിയത്. അങ്ങനെ നികിത്തോ ആ പാടത്തിൻ്റെ ഒരറ്റത്ത് തൻ്റെ കൃഷിക്ക് തീ കൊളുത്തുകയും ഉറക്കെ നിലവിളിക്കുകയും ചെയ്തു. ദുആ ഓർ ലപ്പടെ ദേക്കർ തഥാ നികിത്തോ കി ചില്ലാഹട്ട് സുൻകർ ലോഗോं का ध्यान उस ओर गया. People's attentions turned towards Nikito when Nikito's shouting along with smoke and fire are seen. ഫസൽ മീൻസ് ക്രോപ്പ്, വിളവ്. ദുവാം സ്മോക്ക്, പുക. പാവം നികിത്തോ ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി ചെയ്തതാണ് അല്ലേ തൻ്റെ കൃഷിയിടം നശിപ്പിച്ചത്. അങ്ങനെ പുകയും തീയും കണ്ട് നികിത്തോൻ്റെ നിലവിളി കേട്ട് ആളുകളുടെ ശ്രദ്ധ അവനിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് ഉനോനെ സോച്ച കി നികിത്തോ ദാദാ സങ്കട് മേഹെ. ദേ തോട്ട് നികിത്തോ വാസ് ഇൻ വെരി ഗ്ലൂമി. അങ്ങനെ ആളുകളൊക്കെ ചിന്തിച്ചെന്താണ്, നികിത്തോ മുത്തച്ഛന് എന്തോ സങ്കടത്തിൽ, എന്തോ വിഷമത്തിൽ പെട്ടിട്ടുണ്ടെന്ന് ജനങ്ങൾ ചിന്തിച്ചു. നികിത്തോക്ക് ഈ മുക്കുവ കുടുംബത്തെ രക്ഷിക്കാൻ വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല അല്ലേ? അദ്ദേഹം വളരെ കഠിനാധ്വാനത്തിലൂടെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ ആ തോട്ടം മൊത്തം അദ്ദേഹം തീ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ തീ കൊടുക്കും, അതോടൊപ്പം അവൻ്റെ നിലവിളിയും കൂടി കേട്ടപ്പോഴാണ് ജനങ്ങൾ നികിത്തോക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഓടി വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് ഇത്ര വരെ മതി. ആജ് കാ കക്ഷ യഹാ സമാപ്ത് ഹുയി. ധന്യവാദ്.